തവനൂരിൽ കെ ടി ജലീൽ വേണ്ട എന്ന് CPIM പ്രാദേശിക നേതാക്കൾ. തവനൂർ സഖാക്കൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകളാണ് പുറത്തു വന്നത്. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ജനകീയരായ നേതാക്കളെ തഴയുന്നുവെന്നും വാട്സാപ്പിൽ വിമർശനമുണ്ട്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് ചേരുന്നു. ഗോകുൽ, നേരത്തെ നമ്മൾ ശ്രീലേഖയുടെ കാര്യം പറയുന്ന പോലെ മത്സരിക്കാനില്ല എന്ന് ശ്രീലേഖ പറഞ്ഞ് ഇപ്പോൾ അവിടെ ചൂരെഴുതുകയാണ്. അതുപോലെ തന്നെ കെ ടി ജലീൽ മത്സരിക്കാനില്ല എന്ന് തന്നെ പറഞ്ഞതാണ്. പക്ഷേ തവനൂരിൽ ജലീൽ തന്നെ എന്ന് കേൾക്കുന്നുണ്ട്. അത് അവിടുത്തെ പ്രാദേശിക പാർട്ടിക്കിടയിൽ ഉണ്ടാക്കുന്ന അതൃപ്തി എന്തുകൊണ്ടാണ് ഗോകുൽ? അതിർത്തി പരസ്യമായി തന്നെ പുറത്തേക്ക് വരികയാണ്. ഹാഷ്മി 2011 തവനൂർ മണ്ഡലം രൂപീകരിക്കുന്നത്. അന്ന് മുതൽ കെ ടി ജലീൽ തന്നെയാണ് അവർ മത്സരിക്കുന്നത്. ഇത്തവണ താൻ മത്സരരംഗത്തില്ല എന്ന് കെ ടി ജലീൽ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയിൽ കെ ടി ജലീലിന്റെ പേര് ഉണ്ടായിട്ടുമില്ല. പിന്നീട് തവനൂരിൽ മുൻ SFI നേതാവായിട്ടുള്ള VP സാനുവിന്റെ പേരൊക്കെയാണ് പരിഗണിച്ചത്. പക്ഷേ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് VP സാനുവിനെ മാറ്റി തവനൂരിൽ കെ ടി ജലീൽ തന്നെ വരണമെന്ന് പറയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തവനൂർ സഖാക്കൾ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ കെ ടി ജലീൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ ആളെ വീണ്ടും എന്തിനാണ് മത്സരിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം കഴിഞ്ഞ ചില പ്രസംഗങ്ങളിലൊക്കെ നടത്തിയ പ്രസംഗങ്ങൾ വിടവാങ്ങൽ പ്രസംഗം പോലെയായിരുന്നു. മണ്ഡലത്തിൽ തന്നെയുള്ള മുതിർന്ന ഇടതുമുന്നണിയുടെ CPM-ന്റെ നേതാക്കളെ പരിഗണിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് തവനൂർ എന്ന് പറയുന്നത് CPM-ന്റെ മണ്ഡലമാണെങ്കിൽ കൂടിയും അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കെ ടി ജലീലൊക്കെ മത്സരിച്ചിരുന്നത്. ആ സ്ഥാനത്തേക്ക് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ മണ്ഡലം കൈവിട്ടു പോകുമോ എന്നൊരു ഭയം CPM-നുണ്ട്, CPM-ന്റെ ഉന്നത നേതൃത്വത്തിനുണ്ട്. അതിനാലാണ് വേണ്ട എന്ന് കെ ടി ജലീൽ പറഞ്ഞ സ്ഥിതിക്കും അദ്ദേഹത്തെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തത്. VP സാനു ഒക്കെയാണ് വരുന്നതെങ്കിൽ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കേണ്ടി വരും. ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക ഒരിക്കൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കെ ടി ജലീൽ വന്ന് പാർട്ടിക്കപ്പുറത്തേക്കുള്ള വോട്ടുകൾ സമാഹരിച്ച് വിജയിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. പക്ഷേ അവിടെയുള്ള അനുഭാവികൾക്കിടയിൽ ഇത്തരത്തിലൊരു അമർഷം പുകയുന്നു. തുടർച്ചയായ ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയാവുന്നു. മുതിർന്ന നേതാക്കൾ കൂട്ടായ ബഷീറിനെ പോലെയുള്ള CITUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ചർച്ചയാണ് തവനൂർ സഖാക്കൾ എന്ന പേരുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഹാഷ്മി, ഓക്കെ. ഗോകുൽ കെ വേണുഗോപാലാണ് വാർത്തയുടെ വരുന്നത്. കെ ടി ജലീൽ തന്നെ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ ആളെ എന്തിനാണ് നിർബന്ധിച്ചുകൊണ്ട് മത്സരിപ്പിക്കുന്നത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പ്രാദേശികം. പക്ഷേ CPM-നേക്കാൾ വലിയ CPM തന്നെയായിരുന്നു കെ ടി ജലീലിൻ്റെ പോയ വർഷത്തെ രാഷ്ട്രീയ ജീവിതം. അത് സഭയ്ക്കകത്ത് പിണറായിക്ക് വേണ്ടിയുള്ള പ്രതിരോധം. ഒരു കാലത്ത് PV എങ്ങനെ CPM-നോട് നിന്നോ അതുപോലെ തന്നെ കെ ടി ജലീൽ നിന്നതാണ്. അതുകൊണ്ട് പാർട്ടിക്കാരൻ തന്നെ പാർട്ടി അംഗം അല്ലെങ്കിൽ കൂടിയും ഓൾമോസ്റ്റ് പാർട്ടിക്കാരനെ പോലെ തന്നെയാണ്. അപ്പോൾ ആ വിമർശനത്തെ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സീറ്റ് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ കുടുംബരി കൊള്ളുന്ന മണിക്കൂറുകൾ കൂടിയാണ് വരും ദിവസങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.